ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. കഴിഞ്ഞ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകഴിഞ്ഞ സമുദായങ്ങളുടെ കാര്യം അറിയിച്ചിടുകയുണ്ടായി. ഇതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്കാണ് അന്തിമ വിജയം, അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്നവർക്ക് എന്നെന്നും പരാജയമായിരിക്കുമെന്ന കാര്യം അറിയിച്ചിടുകയാണ്. തുടർന്നുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചില കാര്യങ്ങൾ അറിയിക്കുകയാണ്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുന്നതിലൂടെ ഖിയാമത്ത് നാൾ വരെ വരുന്ന മൊത്തം മനുഷ്യർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതാനും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയിച്ചിരുകയാണ്. വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി വൽ ഖുർആനിൽ അളീം. ആവർത്തിക്കപ്പെടുന്ന 7 ആയത്തുകളും മഹത്വമുള്ള ഖുർആനും താങ്കൾക്ക് നാം നൽകിയിരിക്കുന്നു. ഈ ഒരു ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഈ ഉമ്മത്തിനും അല്ലാഹു നൽകിയ വലിയൊരു അനുഗ്രഹത്തെപ്പറ്റി അറിയിച്ചിരുകയാണ്. 2 അനുഗ്രഹങ്ങളാണ് ഇവിടെ അല്ലാഹു അറിയിക്കുന്നത്. ഒന്ന്, ആവർത്തിച്ച് ഓതപ്പെടുന്ന 7 ആയത്തുകൾ. ഇതുകൊണ്ട് ഉദ്ദേശം സൂറത്തുൽ ഫാത്തിഹയാണ്. സൂറത്തുൽ ഫാത്തിഹയിൽ 7 ആയത്തുകളാണുള്ളത്. അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹ എന്നുള്ളത് പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതലായി എല്ലാവരും ഓതുന്ന സൂറത്താണ്. എല്ലാ നമസ്കാരത്തിലും എല്ലാ റക്അത്തുകളിലും സൂറത്തുൽ ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. അതുകൊണ്ട് ആവർത്തിച്ച് ഓതപ്പെടുന്ന പരിശുദ്ധ ഖുർആനിലെ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്നുള്ളത്. രണ്ടാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ അല്ലാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. പരിശുദ്ധ ഖുർആനിൽ പെട്ടൊരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. എന്നിട്ടും ഖുർആനെയും ഫാത്തിഹയെയും അല്ലാഹു വേറെ വേറെ എടുത്തു പറഞ്ഞു. പരിശുദ്ധ ഖുർആൻ വലിയ അനുഗ്രഹമാണ്, അതിൽപ്പെട്ട സൂറത്തുൽ ഫാത്തിഹയും വലിയ അനുഗ്രഹമാണ്. ഇതിലൂടെ പരിശുദ്ധ ഖുർആനിൻ്റെ മറ്റു സൂറത്തുകളിൽ നിന്നും സൂറത്തുൽ ഫാത്തിഹയ്ക്കുള്ള മഹത്വത്തെ അല്ലാഹു അറിയിച്ചിരുകയാണ്. ഹദീസുകൾ പരിശോധിക്കുകയാണെങ്കിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് വലിയ മഹത്വം അല്ലാഹു നൽകിയിട്ടുണ്ടെന്ന കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വവും അതുമായി ബന്ധപ്പെട്ട ഹദീസുകളും ഇതെല്ലാം സൂറത്തുൽ ഫാത്തിഹയുടെ വിശദീകരിക്കുന്ന ക്ലാസ്സുകളിൽ നാം വിശദീകരിച്ച് കഴിഞ്ഞതാണ്. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകൾ കേൾക്കുകയാണെങ്കിൽ സൂറത്തുൽ ഫാത്തിഹയെ പറ്റി വിശദമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നാം വിശദീകരിച്ച് കഴിഞ്ഞ സൂറത്തുൽ ഫാത്തിഹയുടെ ക്ലാസ്സുകൾ കേൾക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഇത്രയും വലിയ മഹത്വം അല്ലാഹു നൽകിയതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ പരിശുദ്ധ ഖുർആൻ എന്നുള്ളത് അല്ലാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. ലോകർക്ക് സന്മാർഗമാണ് ഖുർആൻ എന്നുള്ളത്. പരിശുദ്ധ ഖുർആനിൽ തന്നെ ഖുർആൻ സത്യാസത്യത്തെ വേർതിരിക്കുന്ന ഗ്രന്ഥമാണെന്നും എല്ലാവർക്കും സന്മാർഗം കാണിക്കുന്ന ഗ്രന്ഥമാണെന്നും മനുഷ്യർക്ക് ആശ്വാസം സമാധാനം നൽകുന്ന ഗ്രന്ഥമാണെന്നുമെല്ലാം നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് വലിയ അനുഗ്രഹമാണ് പരിശുദ്ധ ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ചു തന്നു എന്നുള്ളത്. അതുകൊണ്ട് വിശ്വാസികൾ പരിശുദ്ധ ഖുർആനെ മുറുകെ പിടിക്കേണ്ടതുണ്ട്, അതിനെ പാരായണം ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിലൂടെ അവരുടെ മുമ്പിൽ സന്മാർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്നതും എല്ലാ അനുഗ്രഹങ്ങളും അത് കാരണമായി അവർക്ക് ലഭിക്കുന്നതുമാണെന്ന് ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുകയാണ്. ദുനിയാവിലെ എല്ലാ അനുഗ്രഹങ്ങളെക്കാൾ വലിയ അനുഗ്രഹമാണ് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനുള്ള ഭാഗ്യം, അതിനെ മനസ്സിലാക്കാനുള്ള ഭാഗ്യം എന്നുള്ളത്. ഒരാൾക്ക് ഭൗതികമായ എല്ലാ അനുഗ്രഹങ്ങളുമുണ്ട്, പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ ഭാഗ്യം ലഭിച്ചില്ല, ഖുർആൻ പാരായണം ചെയ്യാനോ അതിനെ നോക്കാനോ ഭാഗ്യം ലഭിക്കുന്നില്ല, അവൻ ഏറ്റവും വലിയ നഷ്ടവാളിയാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദുനിയാവിലെ എല്ലാ അനുഗ്രഹങ്ങളെക്കാളും ഉന്നതമായ അനുഗ്രഹമാണ് പരിശുദ്ധ ഖുർആൻ എന്നുള്ളത്. ആ ഖുർആനെ നിരന്തരം ഓതിക്കൊണ്ട് ജീവിതത്തിൽ ഖുർആൻ ഓതുക എന്നുള്ളത് ശീലമാക്കുകയും ആ പരിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കാനായി സമയം മാറ്റിവെക്കുകയും ചെയ്യണമെന്നുള്ളത് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ അറിയിക്കുകയാണ്. തുടർന്നുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ ഭൗതികമായ എല്ലാ അനുഗ്രഹങ്ങളെക്കാളും വലുത് തന്നെയാണെന്ന കാര്യം അറിയിക്കുകയാണ്. ലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ متعنا به أزواجا منهم ولا تحزن عليهم واخفض جناحك للمؤمنين. അവരിൽ ചിലരെ നാം സുഖിപ്പിച്ച ഭൗതിക വസ്തുക്കളിലേക്ക് താങ്കൾ തല ഉയർത്തി നോക്കരുത്.
അവരുടെ മേൽ വ്യസനിക്കുകയും അരുത്. താങ്കളുടെ കാരുണ്യ ചിറകിനെ വിശ്വാസികൾക്ക് താഴ്ത്തിക്കൊടുക്കുക. വഖുൽ ഇന്നി അനന്നദീറുൽ മുബീൻ. തീർച്ചയായും നാം വ്യക്തമായ മുന്നറിയിപ്പുകാരനാണെന്ന് താങ്കൾ പറയുക. ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുന്നതോടൊപ്പം തന്നെ ഖിയാമത്ത് നാൾ വരെ വരുന്ന വിശ്വാസികൾക്കും അല്ലാഹു അറിയിച്ചു കൊടുക്കുകയാണ്. ആദ്യമായി അല്ലാഹു തആല പറയുകയാണ്, പരിശുദ്ധ ഖുർആനും ഈ ഫാത്തിഹയും അല്ലാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ദുന്യാവിൻ്റെ ആളുകൾക്ക് അല്ലാഹു നൽകിയ ഭൗതിക സുഖങ്ങൾ നിഷേധികളായവർക്കും വിശ്വാസികൾക്കും അല്ലാഹു ദുന്യാവ് നൽകുന്നതാണ്. കാരണം ദുന്യാവ് അല്ലാഹുവിൻ്റെ അടുക്കൽ നിസാരമായ വസ്തുവാണ്. അത് അല്ലാഹു എല്ലാവർക്കും നൽകും. വിശ്വാസിക്കും അവിശ്വാസിക്കും എല്ലാവർക്കും അല്ലാഹു ഭൗതികമായ സുഖ സൗകര്യങ്ങൾ നൽകും. പക്ഷേ ഒരിക്കലും അത് അല്ലാഹുവിൻ്റെ ദീനിനേക്കാൾ വലുതല്ല. ഒരിക്കലും അത് പരിശുദ്ധ ഖുർആനേക്കാൾ വലുതല്ല. അതുകൊണ്ട് ഒരിക്കലും അവർക്ക് ലഭിച്ച ഭൗതിക സുഖങ്ങളെ നോക്കിക്കൊണ്ട് തങ്ങൾക്ക് ലഭിച്ച പരിശുദ്ധ ഖുർആനെയും ദീനിനെയും വിലമതിക്കാതിരിക്കുകയോ അതിനെ നിസാരമായി കാണുകയോ ചെയ്യരുത് എന്ന് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. നേരെ മറിച്ച് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബോധനം ചെയ്യുന്നതോടുകൂടി അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ വരുന്ന വിശ്വാസികളെ അറിയിക്കുകയാണ്, നിങ്ങൾക്ക് അല്ലാഹു ദീൻ നൽകി, നിങ്ങൾക്ക് അല്ലാഹു പരിശുദ്ധ ഇസ്ലാമിനെ മനസ്സിലാക്കി തന്നു, നിങ്ങൾക്ക് അല്ലാഹു പരിശുദ്ധ ഖുർആൻ നൽകി. ഒരിക്കലും ഭൗതികമായ താല്പര്യങ്ങളും സുഖങ്ങളും അതിനേക്കാൾ വലുതല്ല. നിങ്ങൾ ഭൗതികമായ താല്പര്യങ്ങളിലോട്ട് കണ്ണുവെക്കുകയും അതിനെ നോക്കുകയും ചെയ്യുകയും ആ ഭൗതികമായ താല്പര്യങ്ങൾക്കും സുഖങ്ങൾക്കും വേണ്ടി അള്ളാഹുവിൻ്റെ ദീനിനെയും പരിശുദ്ധ ഖുർആനെയും മാറ്റിവെക്കുക എന്നുള്ളത് വലിയ വിഡ്ഢിത്തരവും പരാജയവുമാണെന്ന് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ആദരിക്കപ്പെടുന്നവർ, അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടവർ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ തെളിവ് ഒരിക്കലും ഭൗതികമായ കാര്യങ്ങൾ കൂടുതൽ നൽകലല്ല. നേരെ മറിച്ച് അവൻ അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള ഭാഗ്യം നൽകലാണ്. പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനുള്ള ഭാഗ്യം നൽകലാണ്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാനുള്ള ഭാഗ്യം നൽകലാണ്. പരിശുദ്ധമായ ദീനനുസരിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം നൽകലാണ്. ഒരാൾക്ക് ഈ ഉന്നതമായ ഭാഗ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ഒരിക്കലും അവന് ലഭിച്ച ഭാഗ്യത്തേക്കാൾ വലുതായി ഭൗതികമായ സുഖങ്ങളെ കാണാൻ പാടില്ല. ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹുവിൻ്റെ ദീനാണ്. അത് കിട്ടാനായി പരിശ്രമിക്കുകയും അത് കിട്ടിക്കഴിഞ്ഞാൽ അതിനേക്കാൾ സ്ഥാനം ഒരിക്കലും ഭൗതികമായ കാര്യങ്ങൾക്കും സുഖങ്ങൾക്കും നൽകിക്കൊണ്ട് ദീനിനെ മാറ്റിവെക്കുന്ന അവസ്ഥ ഒരു വിശ്വാസിയിലും ഉണ്ടാവാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി ഉപദേശം നൽകുകയാണ്. അഥവാ നമ്മുടെ ജീവിതത്തിൽ പല അവസ്ഥകൾ വരും. ആ അവസ്ഥകൾ വരുമ്പോൾ അള്ളാഹുവിൻ്റെ ദീനായിരിക്കണം മുൻഗണന നൽകേണ്ടത്. ചിലപ്പോൾ അള്ളാഹിൻ്റെ ദീനിന് മുൻഗണന നൽകിയാൽ ഭൗതികമായ എന്തെങ്കിലും നഷ്ടങ്ങളുണ്ടാകും, ഭൗതികമായ എന്തെങ്കിലും സുഖങ്ങൾ ലഭിക്കാതെ വരും. ആ ഭൗതികമായ സുഖങ്ങളെയും ആ ഭൗതികമായ ലാഭങ്ങളെയും അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഒഴിവാക്കാൻ വിശ്വാസികൾ തയ്യാറാവേണ്ടതുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ദീൻ എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ്. രണ്ടാമതായി അള്ളാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുകയാണ്, നിഷേധികളുടെ വിഷയത്തിൽ താങ്കൾ വ്യസനിക്കരുത്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടും മനസ്സിലാക്കി കൊടുത്തിട്ടും ദീനിനെ പറ്റി പറഞ്ഞു കൊടുത്തിട്ടും ദൃഷ്ടാന്തങ്ങൾ മുമ്പിൽ കാണിച്ചു കൊടുത്തിട്ടും അവരാരും വിശ്വസിക്കുന്നില്ല. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് വലിയ മാനസിക പ്രയാസമുണ്ടാക്കി. ഇത്രയും സത്യമായ കാര്യം അവരുടെ മുമ്പിൽ പറഞ്ഞിട്ടും അവർ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുന്നില്ല. ഒരിക്കലും നിഷേധികൾ അംഗീകരിക്കാത്തത് ഇത് സത്യമാണെന്ന് മനസ്സിലാകാത്തത് കൊണ്ടല്ല, നേരെ മറിച്ച് അഹങ്കാരം കാരണത്താലും ഭൗതിക താല്പര്യങ്ങൾ കാരണത്താലുമാണ്. അതുകൊണ്ട് ഇത്രയും സത്യമായ കാര്യം പറഞ്ഞു കൊടുത്തിട്ടും അവർ അംഗീകരിക്കാത്ത അവസ്ഥ വന്നപ്പോൾ, ഈ സത്യമായ കാര്യം പറഞ്ഞിട്ടും പരിഹസിക്കുന്ന അവസ്ഥ വന്നപ്പോൾ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ മാനസിക പ്രയാസമുണ്ടായി. അള്ളാഹു പറയുകയാണ്, തങ്ങളുടെ കർത്തവ്യം പൂർത്തിയാക്കുക. തങ്ങളെ അള്ളാഹു ഏൽപ്പിച്ചത് ഈ ദീൻ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ആ കർത്തവ്യം തങ്ങൾ പൂർത്തിയാക്കുക. അവർ ഹിദായത്തിലാവണമോ അവർ സന്മാർഗത്തിലാവണമോ അല്ലെങ്കിൽ അവർ സന്മാർഗത്തിലാവണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. തങ്ങൾ അവരെ സന്മാർഗത്തിലാക്കാൻ പരിശ്രമിക്കുക, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അവർക്ക് എത്തിച്ചു കൊടുക്കുക. അവർ സന്മാർഗത്തിൽ ആവണമോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് അള്ളാഹുവാണെന്ന കാര്യം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാണ്. ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ദീനിനെ വളർത്താനായി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഉയർച്ചയ്ക്കായി
നാം എല്ലാ രീതിയിലും പരിശ്രമിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഫലം ഉണ്ടോ ഇല്ലേ എന്നൊരിക്കലും നാം നോക്കാൻ പാടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തം എന്നുള്ളത് സ്വന്തം ജീവിതത്തിൽ ദീനുണ്ടാക്കാനും ആ ദീനിനെ വളർത്താനുള്ള മാർഗങ്ങൾ സ്വീകരിക്കാനുമാണ്. ആ മാർഗങ്ങൾ സ്വീകരിക്കുകയും സ്വന്തം ജീവിതത്തിൽ ദീനുണ്ടാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഫലം അള്ളാഹുവിൻ്റെ അടുക്കലാണ്. അതുകൊണ്ട് ഫലം ഉണ്ടാവുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. പല പ്രവാചകന്മാരും അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പരിശ്രമിച്ചു, ഫലം വളരെ കുറവാണ് കണ്ടത്. പക്ഷെ അവരുടെ പരിശ്രമം ഒരിക്കലും പാഴല്ല. അതുകൊണ്ട് ഒരിക്കലും ഫലം നോക്കേണ്ടതില്ല. അള്ളാഹുവിൻ്റെ ദീൻ സ്വന്തം ജീവിതത്തിൽ ഉണ്ടാക്കുകയും അതിൻ്റെ വളർമ്മക്കായി നിങ്ങൾ പരിശ്രമിക്കുകയും ചെയ്യുക എന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. മൂന്നാമതായി ഈ ആയത്തിൽ പറഞ്ഞ കാര്യം വിശ്വാസികൾക്ക് വേണ്ടി വിനയത്തിൻ്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കാനാണ്. അഥവാ വിശ്വാസികളായ ആളുകളോട് കരുണ കാണിക്കുകയും വിശ്വാസപരമായ കാര്യങ്ങളിൽ അവർക്ക് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്യേണ്ടതുണ്ട്. ഒരാൾ നല്ല വിശ്വാസിയാണ്, അവൻ ദീനിയായി ജീവിക്കുന്നുണ്ട്, ദീനിയായ കൽപ്പനകൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നുണ്ട്, അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരുടെ വിനയം കാണിക്കണം. നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിലും അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് പൂർണ്ണ പിന്തുണ നൽകുകയും ദീനനുസരിച്ച് ജീവിക്കാൻ അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. അവരോട് വിനയം കാണിക്കണം. അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന, ഭയഭക്തിയോടുകൂടി ജീവിക്കുന്ന ആളുകളെ ബഹുമാനിക്കണം. കാരണം അവർ അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്നവർ. അതുകൊണ്ട് ദീൻ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. ആ ദീൻ ജീവിതത്തിൽ കൊണ്ടുവരികയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം. ദീനനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ ബഹുമാനിക്കുകയും അവർക്ക് ദീനനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയും അവർക്ക് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്യേണ്ടതുണ്ടെന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അതുകൊണ്ട് ഓരോ വിശ്വാസികളും ഈ 3 കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാനായി പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.